സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ആമേൻ. അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവമേ, സൈന്യങ്ങളുടെ കർത്താവേ, സർവ്വസൈന്യാധിപനെ, വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവേ, പ്രപഞ്ചവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ യേശു കർത്താവേ, ആദ്യനും അന്ത്യനുമായവനെ, അങ്ങയുടെ വചനത്താലാണല്ലോ ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതും ഇന്നും പരിപാലിക്കപ്പെടുന്നതും. യേശു കർത്താവെ, അങ്ങയുടെ വചനം വായിക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള കൃപാവരം വായിക്കുന്ന എനിക്കും കേൾക്കുന്ന സകല വ്യക്തികൾക്കും ലഭിക്കുമാറാകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രയേലിനു വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നിയമാധിഷ്ഠിത നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിത നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നുയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ഈ വചനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമായും വെളിപ്പെടുത്തുകയാണ്, ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന് ശാപത്തിന് പരിഹാരമായി. ദൈവം തൻ്റെ ദൈവത്വം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് തികച്ചും മനുഷ്യനായി ജീവിച്ച് 33 വർഷം ഈ ഭൂമിയിൽ മനുഷ്യരുടെ അവഹേളനവും പരിഹാസവും ഏറ്റുവാങ്ങി, ക്രൂരപീഡനവും ഏറ്റുവാങ്ങി, തൻ്റെ ജീവനും അവസാന തുള്ളി രക്തവും നൽകി മരിച്ചത് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായാണ്. മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗപിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തെഴുന്നേറ്റത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആരൊക്കെയാണോ യേശുവിന് ഏക രക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക സത്യവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നത്, അവർക്കൊക്കെയും ദൈവമക്കളാകാൻ യേശുക്രിസ്തു കഴിവ് നൽകി. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മോശയോട് ദൈവം നൽകിയ കൽപ്പനകൾ വഴി മനുഷ്യർക്ക് നീതീകരണം ലഭിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ദൈവം തന്നെ ലോകത്തിലെ സകല മനുഷ്യരുടെയും സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി ദൈവിക പദ്ധതി ഒരുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൃപായുഗത്തിൽ
യേശുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക സത്യവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ നീതീകരണം ലഭിക്കുന്നു. അവന് രക്ഷയും നിത്യജീവനും ലഭിക്കുന്നു. ഈ ദൈവവചനത്തിൻ്റെ രഹസ്യം എല്ലാ വ്യക്തികൾക്കും ഗ്രഹിക്കുവാനുള്ള കൃപാവരം ലഭിക്കുമാറാകട്ടെ. എന്നാൽ ഇന്നും യഹൂദരെ പോലെ യഹൂദർ വളരെ തീഷ്ണതയുള്ള വ്യക്തികളാണെന്ന് ദൈവവചനം പറയുന്നു. അവർ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇന്നും പലരെയും നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കും. തീഷ്ണതയോടെ അവരുടെ മതഗ്രന്ഥങ്ങളിൽ പഠിക്കുവാനും അത് പാലിക്കുവാനും നിഷ്ഠയോടെ നോക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ വിശ്വാസത്തിൽ വളരെയധികം തീഷ്ണത പ്രകടിപ്പിക്കുന്നു. എന്നാൽ അവർ നിയമത്തിലാണ് വിശ്വസിക്കുന്നത്, അവരുടേതായ നിയമത്തിൽ. അവർക്ക് ഈ ദൈവവചനത്തിൻ്റെ ആശയങ്ങളെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുവാൻ സാധിക്കുന്നില്ല. അവർ അവരുടെ നിഷ്ഠകളിലും നിയമങ്ങളിലും കുരുക്കപ്പെട്ട് കിടക്കുന്നു. അതുപോലെ മറ്റു വിശ്വാസങ്ങളിലായിരിക്കുന്നവരും അവരുടേതായ വിശ്വാസങ്ങളിലും വിശ്വാസ സംഹിതകളിലും വിശ്വസിക്കുന്നു. ദൈവവചനത്തെ ഗ്രഹിക്കുവാനോ ദൈവവചനം പറയുന്ന ദൈവിക പദ്ധതിയെ ഗ്രഹിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല. ദൈവവചനത്തിൽ വ്യക്തമായും പറയുന്നു, ഈ കൃപായുഗത്തിൽ ആരൊക്കെയാണോ ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് അത് ഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക സത്യവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്നത്, അവർക്കൊക്കെയും ദൈവമക്കളാകാൻ സാധിക്കും. അവർക്ക് ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായി നിത്യജീവനും നിത്യരക്ഷയും ലഭിക്കുന്നു. യേശുവിനെ ആരൊക്കെയാണോ ഏകരക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക സത്യവുമായി ഏറ്റുപറയുന്നത്, എല്ലായ്പ്പോഴും ആരാധിക്കുന്നത്, അവരുടെ മേൽ ജീവനുള്ള ദൈവം തൻ്റെ സമ്പത്ത് വർഷിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. ഈ വചനം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഈ വചനത്തെ ഏറ്റെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ദൈവത്തിൻ്റെ സമ്പത്ത് ധാരാളമായി അയക്കുന്നതായിരിക്കും. അവർക്ക് നിത്യജീവനും നിത്യരക്ഷയും ലഭിക്കുന്നതായിരിക്കും. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവർക്കും ഗ്രഹിക്കുവാനുള്ള കൃപാവരം ലഭിക്കുമാറാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.